പരിസ്ഥിതി ദിന ക്വിസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അസർബൈജാൻ. അടുത്ത ചോദ്യം, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ക്ലൈമറ്റ് ആക്ഷൻ അഥവാ കാലാവസ്ഥാ പ്രവർത്തനം എന്നതാണ് 2026 പരിസ്ഥിതി ദിന സന്ദേശം. അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? സിക്കിം. ഭൂമിയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന വായുരൂപത്തിലുള്ള പാളി ഏതാണ്? ഓസോൺ പാളി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതു പേരിൽ അറിയപ്പെടുന്നു? റെഡ് ഡാറ്റ ബുക്ക്. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ലിഖ്യാൻ നിയോഗിച്ച സമിതി ഏതാണ്? കസ്തൂരി രംഗൻ സമിതി. സമുദ്രങ്ങളിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പവിഴപ്പുറ്റുകൾ അഥവാ കോറൽ റീഫ്സിനെയാണ് സമുദ്രങ്ങളിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? കെട്ടിപ്പിടിക്കുക എന്നാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം. മരങ്ങളെ വെട്ടാൻ അനുവദിക്കാതെ ചേർത്തു പിടിക്കുക. കേരളത്തിലെ പ്രശസ്തമായ പരിസ്ഥിതി സമരം ഏതാണ്? സൈലന്റ് വാലി സമരം. ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫ്യൂരിയർ. ലോക ജലദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ലോക ജലദിനം മാർച്ച് 22. വനനശീകരണത്തിനെതിരെ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? വനനശീകരണത്തിനെതിരെ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത്. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന വിഖ്യാതമായ പുസ്തകം രചിച്ചതാരാണ്? റേച്ചൽ കാഴ്സൺ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏത് വനമാണ്? ആമസോൺ മഴക്കാടുകൾ. ഓസോൺ പാളിയിലെ വിള്ളലിന് കാരണമായ പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഏതു വർഷമാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്? 1972 ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, സുസ്ഥിര വികസനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രോ ഹാർലെം ബ്രണ്ട്ലാൻഡ് ആണ്. ഗ്രോ ഹാർലെം ബ്രണ്ട്ലാൻഡ്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഭൂമി പുനരുദ്ധാരണവും മരുഭൂമിവൽക്കരണത്തെ പ്രതിരോധിക്കലും എന്നതായിരുന്നു. ഭൂമി പുനരുദ്ധാരണവും മരുഭൂമിവൽക്കരണത്തെ പ്രതിരോധിക്കലും എന്നതായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം. അടുത്ത ചോദ്യം, 1973 ജൂൺ 5 ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം എന്തായിരുന്നു? ഒരേയൊരു ഭൂമി. അടുത്ത ചോദ്യം, ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഗാർഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഗാർഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? പശ്ചിമഘട്ട സംരക്ഷണം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്?
കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം, നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? വാങ്കാരി മാതായി. അടുത്ത ചോദ്യം, 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽകർഷകൻ ആരാണ്? സത്യനാരായണ ബലേരി. അടുത്ത ചോദ്യം, മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം എന്താണ്? വനനശീകരണം. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴെ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം ഏത്? കുട്ടനാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന മരം ഏത്? ചന്ദനമരം. അടുത്ത ചോദ്യം, ഏറ്റവും മികച്ച കർഷകനുള്ള കേരള ഗവൺമെൻറ് നൽകുന്ന ബഹുമതി ഏതാണ്? കർഷകോത്തമ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യൂജിൻ പി ഓൾഡ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രൊഫസർ രാം ദേവ് മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ രാം ദേവ് മിശ്ര. അടുത്ത ചോദ്യം, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കാഴ്സൺ. അടുത്ത ചോദ്യം, കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി ജീവിതം മാറ്റിവെച്ച കേരളീയനായ വ്യക്തി ആരാണ്? കല്ലേൻ പൊക്കുടൻ. അടുത്ത ചോദ്യം, 41, 42 രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ചാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരും ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം ജില്ലയുമാണ്. അടുത്ത ചോദ്യം, സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാര്? സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാണ് സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് ഏതാണ്? സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് സൈലൻറ്റ് വാലിയാണ്. അടുത്ത ചോദ്യം, 45, 46 ചോദ്യങ്ങൾ ഒരുമിച്ചാണ്. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? മലിനീകരണം ഏറ്റവും കൂടിയ നദി കല്ലായിപ്പുഴയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസത്തിന് പറയുന്ന പേര് ആഗോളതാപനം. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏത്? റഷ്യ. അടുത്ത ചോദ്യം, ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക വനവിസ്തൃതിയിൽ ഇന്ത്യ 10ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ ജോൺ സി ജേക്കബിനാണ് കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 5ാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.